വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ മധുർ വചൻ എന്ന ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. ഈ ചാപ്റ്ററിൽ കബീർദാസ്, തുളസീദാസ്, റഹീം ഈ 3 മഹാത്മാക്കളുടെ ദോഹകളാണ് വർണ്ണിക്കുന്നത്. അവരുടെ മധുര വചനങ്ങളാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ തന്നെ ഓരോ ദോഹയുടെയും ആശയവും ഇതിന്റെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ദോഹകൾ 2 വരികളായിട്ടാണ് കാണുന്നത്. എന്നാൽ 2 വരികൾ എന്ന് പറയുമ്പോൾ അതിൽ 4 ചരണങ്ങളുണ്ട്. എന്താണ് 4 ചരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത് ഒരു ദോഹയാണ്. ഐ സി വാണി ബോലിയെ മൻ കാ ആപ്പാ ഗോയ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈൻ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഐ സി വാണി ബോലിയെ അത് ഒരു ചരണമായിട്ടാണ് വരുന്നത്. മൻ കാ ആപ്പാ ഗോയ് ഇത് വേറൊരു ചരണം. ഉപ്പനാത്തൻ സീതൽക്കരെ ഇത് 3rd ചരണം. ഔരൻ കോ സുഖുഗോ ഇത് 4th ചരണമായിട്ടാണ് വരുന്നത്. ഈ 4 ചരണങ്ങൾ ചേർന്നിട്ട് 2 ലൈൻ ആയിട്ടാണ് ദോഹകൾ എഴുതിയിട്ടുള്ളത്. അപ്പോ പഹലാ ചരൺ ദൂസനാ ചരൺ, ഫസ്റ്റ് ചരണവും സെക്കൻഡ് ചരണവും ചേരുമ്പോൾ പഹലാ പംക്തി ഫസ്റ്റ് ലൈൻ രൂപപ്പെടുന്നു. തീസരാ ചരൺ ചൗദാ ചരൺ ചേരുമ്പോൾ ദൂസരി പംക്തി സെക്കൻഡ് ലൈന് ഉണ്ടാകുന്നു. എന്നാൽ 1ാമത്തെയും 3ാമത്തെയും ചരണത്തിൽ 13 മാത്രകളും 2ാമത്തെയും 4ാമത്തെയും ചരണത്തിൽ 11 മാത്രകളുമാണുള്ളത്. നോക്കാം, ഇത് ഒരു ദോഹയാണ്. ഇതിൽ ഫസ്റ്റ് ചരൺ ഐ സി വാണി ബോലിയെ അതിൽ 13 മാത്രകളും, അപ്പനാത്തൻ സീതൽക്കരെ ഈ 3ാമത്തെ ലൈനിലും 13 മാത്രകളാണുള്ളത്. എന്നാൽ സെക്കൻഡ് ലൈനിലും 4th ലൈനിലും 11 മാത്രകളാണ് ഉള്ളത്. അപ്പൊ എന്താണ് ഈ മാത്രകൾ? किसी अक्षर के उच्चार में लगने वाला समय को मात्रा कहलाते हैं. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിനെടുക്കുന്ന ടൈം അതെന്താന്ന് വെച്ചാല്, ഇപ്പൊ ക ഒരു മാത്രയാണ് വരുന്നത്. കാന്നോ കീന്നോ പൂന്നൊക്കെ വരുമ്പോൾ അതിൽ 2 മാത്രകളായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കവി, ക ക ഒരു ഒറ്റ സിമ്പിൾ വേർഡ് ആണ്, അതുകൊണ്ട് ഒരു മാത്ര. വി വാക്ക് ഈ എന്നുള്ള സിമ്പിൾ വന്നിട്ടുണ്ട്, അപ്പോ രണ്ട് മാത്രമായിട്ടാണ് ഇതിൽ വരുന്നത്. ആ രാന്ന് വെച്ചുമ്പോ ഒരാൾക്ക് ആ എന്നുള്ള സിമ്പിൾ വന്നത് കൊണ്ട് 2. മ സിംഗിൾ വേർഡ് ആണ്, അതുകൊണ്ട് 1, അങ്ങനെ 3. സീത സീ ആ രണ്ടിനും 2 എണ്ണം, 4 എണ്ണം. പ്രേം 2, മ 1. ഇങ്ങനെയാണ് മാത്രകളെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ദോഹയിലെ മാത്രകൾ ഫസ്റ്റ് ചരണത്തില് 13, 11, 13, 11 എല്ലാം കൂടെ 48 മാത്രകൾ. 48 മാത്രകൾ വേണം ഒരു ദോഹ കംപ്ലീറ്റ് ആവാൻ. നമ്മൾ കാണുന്നത് പോലെ അത് രണ്ട് ലൈനായിട്ട് വെറുതെ ഒരു കവിതയല്ല. അതിൽ ഇങ്ങനെ ഒരുപാട് കണക്കുകളും അളവുകളും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ആശയങ്ങളും നിറഞ്ഞ 2 വരികളായിരിക്കും. ഫസ്റ്റില് നമ്മൾ കൊടുത്തിട്ടുള്ളത് കബീർദാസിന്റെ ദോഹകളാണ്. കബീർദാസിന്റെ 2 പ്രധാനപ്പെട്ട ദോഹകളാണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കബീർദാസിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. കബീർദാസ് കാ ജന്മസ്ഥാൻ കാശി മാനാ ജാത്താ ഹെ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കാശിയിലാണെന്ന് വിശ്വസിക്കുന്നു, അറിയപ്പെടുന്നു. വേ മധ്യകാലീന ഭാരത കെ ഭക്ത കവി. അദ്ദേഹം മധ്യകാല ഭാരതത്തിന്റെ ഒരു ഭക്ത കവിയായിരുന്നു. ഏവം അതുപോലെ തന്നെ സമാജ സുധാരകതേ, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. കൂട്ടത്തില് സാധന കെ ക്ഷേത്രമേ വേ യുഗ യുഗ കെ ഗുരുദേ. അദ്ദേഹം ആരാധനാ മേഖലകളിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം എല്ലാ യുഗങ്ങൾക്കും അദ്ദേഹം ഒരു ഗുരുവായിരുന്നു. അദ്ദേഹം സന്ധ്യ കാവ്യക പദപ്രദർശൻ. അദ്ദേഹം ഒരു സന്ധ്യകാവ്യങ്ങൾ എന്ന് പറഞ്ഞാല് സന്യാസ കവിതയുടെ വികസനത്തിന് അദ്ദേഹം തുടക്കമിട്ടു. സാഹിത്യ ക്ഷേത്രമേ നവനിർമ്മാൺ കിയ. അദ്ദേഹം സാഹിത്യ മേഖലകളെ പുനർനിർമ്മിച്ചു. സാഖി സബദ് രമേനി ഉൻകി പ്രമുഖ രചന. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്.
അപ്പോൾ ഇതിൽ നിന്നും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് വരാൻ സാധ്യതയില്ല. എന്നാലും അദ്ദേഹം മധ്യകാലീന ഭാരത ഭക്ത കവിയായിരുന്നു, കാശിയിലായിരുന്നു ജനിച്ചത് എന്നൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതിന്റെ മീനിങ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ഷോർട്ട് രൂപം നോക്കാം. ജീവൻ സമയ, അദ്ദേഹത്തിന്റെ ജീവിച്ച കാലയളവാണ് കൊടുത്തിട്ടുള്ളത്. 15വീം ശതി, 12വീം ശതി, 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. ജന്മസ്ഥാൻ കാശി, വാരണാസിയിലാണ്. മാതാപിത, അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും നീരു ഔർ നീമ, നീരു ഔർ നീമ ദമ്പതികളാണ് അദ്ദേഹത്തെ വളർത്തിയത്. ഗുരു രാമാനന്ദ്, രാമാനന്ദ് എന്ന അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു. മൃത്യുസ്ഥൽ, അദ്ദേഹത്തിന് മരിച്ച സ്ഥലം മഗ്ഹർ. കബീർദാസ് പറഞ്ഞൊരു വചനമാണ്, അള്ളാഹു ഔർ രാമേ ഫർക്ക് നഹി ദോനോ മേക് ഹി സത്യ ഹേ. അള്ളയും രാമനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫർക്ക്, വ്യത്യാസം. ദോനോ മേക് ഹി സത്യ ഹേ, രണ്ടും സത്യം തന്നെയാണ്. കബീർദാസിന്റെ ഫസ്റ്റ് ദോഹ നോക്കാം. ഐസി വാണി ബോലിയേ മൻ കാ ആപാ ഗോയ്, അപനാ തൻ സീതൾ കരേ ഔരൻ ഖോ സുഖ ഹോയ്. ഐസി, വാണി, 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 ഈ ദോഹയിൽ വരുന്ന വേർഡ്സുകൾ ഇന്നത്തെ ഹിന്ദിയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ വേർഡിന്റെയും ടഫുള്ള ഓരോ വേർഡിന്റെയും മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ഐസി ബാണി പോലിയെ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയണം. മൻക ആപ്പ ഗോയ്, ആപ്പ അഹംഭാവം, അഹങ്കാരം, ഗോയ് ഉപേക്ഷിക്കുക, മനസ്സിന്റെ അഹങ്കാരം ഉപേക്ഷിക്കണം. അപ്പനാ തൻ ശീതൾ കരേ, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുക. ശീതൾ, ശീതളാണ്, ശീതൾ, ശീതൾ, തണുപ്പിക്കുക. നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുക, നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കുക, ശാന്തമാക്കുക. ഔരൻകോ സുഖോയ്, അപ്പൊ മറ്റുള്ളവർക്ക് സുഖം പകരുക. നമ്മുടെ മനസ്സിന് സന്തോഷം, സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് സുഖം പകരാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മള് മനസ്സിന് സന്തോഷം തരുന്ന വാക്കുകൾ, സന്തോഷം ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കുക, മനസ്സിന്റെ അഹങ്കാരം ഒഴിവാക്കുക, നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കുക. അപ്പൊ മറ്റുള്ളവർക്കും നമുക്ക് സുഖം നൽകാൻ കഴിയും എന്നതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ദോഹയുടെ ആശയം നോക്കാം. കബീർദാസ് കഹത്തെ ഹേ, കബീർദാസ് പറയുന്നു, കി എന്തെന്നാൽ, ഐസി ബാത്തേം ബോൽനി ചാഹിയെ, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയണം. ജോ, അത് ദൂസരോം കോ സുനിനെ പർ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ, ശീതളത മിൽ ജായേ, അവർക്ക് സമാധാനം കിട്ടണം, അവർക്ക് സുഖം ലഭിക്കണം. അവർ ബോൽനെ വാലോ കോ ഭി സുഖ മിലെ, പറയുന്ന ആൾക്കും സുഖം ലഭിക്കണം. ഇസ്കാ മത്ലബ് യഹ്, ഇതിന്റെ മീനിങ് ഇതാണ്. ഇതാൽ ഹമേ അപ്പനെ വാണിമേ, നമ്മൾ നമ്മുടെ വാക്കിൽ, അഹങ്കാർ, അഹങ്കാരം, ക്രോധ്, ദേഷ്യം, ആദിഖോ, മുതലായവയെ, ത്യാഗ് ദേനാ ചാഹി, ഒഴിവാക്കണം. നമ്മൾ നമ്മുടെ വാക്കിൽ അഹങ്കാരം, ദേഷ്യം എന്നിവ ഒഴിവാക്കണം. ദൂസരോം കെ സാത്ത്, മറ്റുള്ളവരോട്, വിനമ്രത ഔർ പ്രേം സെ ബാത് കർണി ചാഹിയെ, വിനയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സംസാരിക്കണം. ബോൽനെ വാലോ കോ ഭി ശാന്തി കാ അനുഭവ് ഹോനാ ഹേ, അത് പറയുന്ന ആൾക്കും സമാധാനം ഉണ്ടാവണം. പറയുന്ന ആൾക്ക് സമാധാനം ഉണ്ടെങ്കിലേ ഉള്ളൂ കേൾക്കുന്ന ആളുകളോട് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. മലയാള ആശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ദോഹ നോക്കാം. സാധു ഐസ ചാഹിയെ ജൈസാ സൂപ്പ് സുബായ്, സാർ സാർ കോ ഗഹി രഹേ തോത്താട്ടേ ഉഠായ്. സാധു, സന്യാസി, ധർമ്മിഷ്ഠൻ. ഐസ, അങ്ങനെ, ചാഹിയെ, വേണം. സാധു ഐസ ചാഹിയെ, സന്യാസിമാർ അങ്ങനെ ആവണം, ധർമ്മിഷ്ഠർ ഇങ്ങനെ ആവണം. എങ്ങനെ? ജൈസാ സൂപ്പ് സുബായ്, സൂപ്പ് മുറ, സുബായ് സ്വഭാവം, മുറത്തിന്റെ സ്വഭാവം പോലെ, മുറത്തിന്റെ സ്വഭാവം പോലെ ആവണം. എന്താണ് മുറത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്? സാർ സാർ കോ ഗഹീരഹേ, സാർ അർത്ഥമുള്ളതിനെ, സാരമുള്ളതിനെ നമ്മള് ഗഹീരഹേ, ഗ്രഹിക്കണം, ഏറ്റെടുക്കണം. ദോദാ ദേ ഉഡായ്, അനാവശ്യ കാര്യങ്ങളെ, അർത്ഥമില്ലാത്തതിനെ നമ്മൾ ഉപേക്ഷിക്കണം.
അപ്പോ സന്യാസിമാർ ധർമ്മിഷ്ഠർ എങ്ങനെയാവണം? ഒരു മുറത്തെ പോലെയാവണം. ആവശ്യമുള്ളതൊക്കെ എടുക്കണം, അനാവശ്യ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. എന്ന് പറഞ്ഞാല് മുറം നമ്മള് നെല്ലിൽ നിന്ന് അരിയിൽ നിന്ന് പതിര് വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോ അനാവശ്യമായ പതിരിനെയും ഉമിയെയും ഒക്കെ മുറം സെപ്പറേറ്റ് ചെയ്ത് ആവശ്യമുള്ള അരിയെ മാത്രം മുറത്തിൽ നിർത്തുന്നു. അതുപോലെ ആവശ്യമുള്ളതിനെ മാത്രം ഗ്രഹിക്കുക, അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കുക. ആശയം നോക്കാം. കബീർദാസ് കഹത്തെ ഹേ, കബീർദാസ് പറയുന്നു, സാധു സൂപ്പ് കി തരഹ് ഹോ, സന്യാസിമാർ മുറത്തെ പോലെയാവണം. സൂപ്പ് അനാജ് കോ ചാൻ കർ അലഗ് കർ ദേത്താ ഹേ, മുറം ധാന്യത്തെ സെപ്പറേറ്റ് ചെയ്ത് തരുന്നു. ഔർ ഭൂസോം കോ, എന്നിട്ട് അതിന് പതിരിനെ ഉഡാ ദേത്താ ഹേ, മാറ്റി തരുന്നു. ഇപ്രകാരം സാധുക്കോ ജീവന്മേ, സന്യാസിമാരുടെ ജീവിതത്തിൽ, ധർമ്മിഷ്ഠരുടെ ജീവിതത്തിൽ സാർത്ഥക അർത്ഥവത്തായതും और महत्वपूर्ण മഹത്വമേറിയതുമായ ബാത്തോം കോ സ്വീകാർ കർണ ചാഹിയെ, വാക്കുകൾ സ്വീകരിക്കണം, അർത്ഥവത്തായ കാര്യങ്ങൾ സ്വീകരിക്കണം. और ബേക്കാർ ആവശ്യമില്ലാത്തതും, ബേക്കാർ അനാവശ്യമായതും, വ്യർത്ത് വെറുതെയുള്ളതുമായ വ്യർത്ത് കാര്യമില്ലാത്ത കാര്യങ്ങൾ, അർത്ഥശൂന്യമായ കാര്യങ്ങളെയൊക്കെ ചോട് ദേന ചാഹിയെ, ഒഴിവാക്കണം. കബീർദാസ് എന്ത് പറയുന്നു? സന്യാസിമാർ മുറത്തെ പോലെയാണ്. മുറം ധാന്യത്തിൽ നിന്ന് പതിരിനെ വേർതിരിച്ചെടുക്കുന്നു. അതുപോലെ സന്യാസിമാരുടെ അവരുടെ ജീവിതത്തിൽ മഹത്വമേറിയതും അർത്ഥപൂർണമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും അർത്ഥശൂന്യവും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും വേണം. നെക്സ്റ്റ് തുളസീദാസിനെ കുറിച്ച് നോക്കാം. तुलसीदास मध्यकालीन हिंदी साहित्य के महान രാമഭക്ത കവി. തുളസീദാസ് മധ്യകാല ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ രാമഭക്ത കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം രാമനായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് രാമനെ കുറിച്ചിട്ടാണ് കൂടുതൽ രചനകളും എഴുതിയിട്ടുള്ളത്. ഉन्होंने രാമചരിത മാനസ്, വിനയ് പത്രിക, കവിതാവലി, ഗീതാവലി ജൈസെ പ്രസിദ്ധ ഗ്രന്ഥോം की രചന की. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ രചനകളാണ് രാമചരിതമാനസ്, വിനയ് പത്രിക, കവിതാവലി, ഗീതാവലി, ദോഹാവലി. അദ്ദേഹത്തിന്റെ ജീവിതകാലം 15വീം ശതി, 15ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ജന്മസ്ഥാൻ യുപിയിലെ ചിത്രകൂടിലാണ്. ജില്ല റായ്പൂർ. പിത ആത്മാറാം ദുബെ, മാതാ ഹുൽസി ദേവി. പാലൻ പോഷൻ, അദ്ദേഹത്തിനെ വളർത്തിയത് നാരായണാചാര്യ. ഗുരു, അദ്ദേഹത്തിന്റെ ഗുരു രാമാനന്ദൻ. കാശിയിലെ വാരണാസിമേം ആക്കർ, കാശിയിലെ വാരണാസി എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. സമാധി സ്ഥലം, അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം, അദ്ദേഹം മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ സമാധി കിടക്കുന്ന സ്ഥലം തുളസീഗഡ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തെ അറിയപ്പെടുന്നത്. ധർമ്മ ബിന സുഖ് നഹീം, ധർമ്മമില്ലാതെ സുഖം ലഭിക്കില്ല. ഭക്തി ബിന ലാഭ് നഹീം, ഭക്തി കൂടാതെ നിങ്ങൾക്ക് ഒരു ബെനഫിറ്റും കിട്ടില്ല, ലാഭവും കിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ ഒരു മഹത് വചനമാണ്. നമുക്ക് തുളസീദാസിന്റെ ഫസ്റ്റ് ദോഹ നോക്കാം. ദയാ ധർമ്മ കാ മൂൽ ഹേ, പാപ് മൂൽ അഭിമാൻ. തുളസി ദയാ ന ചോടിയെ, ആപ് തക് ഗഡ് മേ പ്രാൺ. ദയാ ധർമ്മ കാ മൂൽ ഹേ, ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. പാപ് മൂൽ അഭിമാൻ, പാപങ്ങൾ, കുറ്റങ്ങൾ. അഭിമാൻ, അഹങ്കാരം, അഹങ്കാരത്തിന്റെ അടിസ്ഥാനമാണ്. മൂൽ അടിസ്ഥാനം. ദയധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. പാപം അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ അടിസ്ഥാനമാണ്. തുളസി ദയാന്ന ചോടിയെ, തുളസീദാസ് സ്വയം പറയാണ്, തുളസി നീ ദയ ഉപേക്ഷിക്കരുത്. ജബ് തക് ഗഡ് മേ പ്രാൺ, ഏതുവരെയാണ് നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത്. ഗഡ് ശരീരം, പ്രാൺ ജീവൻ. ജബ് തക് എപ്പോ വരെയാണ് നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത്, അത്രയും കാലം നീ ദയ ഉപേക്ഷിക്കരുത്. ദയധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. പാപം അഹങ്കാരത്തിന്റെ, അഹംഭാവത്തിന്റെ അടിസ്ഥാനമാണ്. തുളസി നീ ദയ ഉപേക്ഷിക്കരുത്. ഏതുവരെയാണ് നിന്റെ ശരീരത്തിൽ ജീവനുള്ളത് അത്രയും കാലം ദയ ഉപേക്ഷിക്കരുത് എന്നാണ് ആ ദോഹയുടെ അർത്ഥം. ഇനി ആശയം നോക്കാം. തുളസീദാസ് കഹത്തെ ഹേ, തുളസീദാസ് പറയുന്നു, ദയാ ഹി ധർമ്മ കാ ആധാർ ഹേ, ദയ തന്നെയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം.
अहंकार पाप का मूल कारण भी है. അഹങ്കാരം അഹന്ത പാപത്തിന്റെ അടിസ്ഥാന കാരണം കൂടിയാണ്. ജബ് തക് ഹമാരെ ശരീർ മേം പ്രാൺ ഹെ, എത്ര കാലം എപ്പോ വരെയാണ് നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത്, തബ് തക് അപ്പോ വരെ, കബീബി ഒരിക്കലും, ദയാ നഹീം ചോടിനെ ചാഹെ, ദയ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മനുഷ്യക്കോ ദയാലു ഹോന പരം ആവശ്യക ഹെ, മനുഷ്യൻ ദയാലുവായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ദോഹ നോക്കാം. സജീവ് വൈദ്യ ഗുരു തീനി ജോ പ്രിയ ബോലഹി ബൈ ആസ്, രാജധർമ്മ തൻ തീനി കർ പോയി ബേഗഹി നാസ്. സജീവ് സജീവ് എന്ന് വെച്ചാൽ മന്ത്രി, വൈദ്യൻ ഡോക്ടർ, ഗുരു അധ്യാപകൻ, തീനി ജോ മൂന്നുമാണെങ്കിലും, തീനി മൂന്നും, ജോ ഒരു പക്ഷേ, പ്രിയ ബോലഹി ബൈ ആസ് പ്രിയപ്പെട്ടത് പറയാൻ, സത്യം പറയാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാൻ, ബൈ ഭയമോ, ആസ് ഭയമോ ആശയോ ഒക്കെ ഉണ്ടായാൽ, മന്ത്രിയും വൈദ്യനും ഗുരുവും ഇവർ മൂന്ന് പേരും എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ പറയാൻ, നല്ല കാര്യങ്ങൾ പറയാൻ, സത്യസന്ധത പുലർത്താൻ ഭയമോ ആശയോ ഉണ്ടെങ്കിൽ, ഭയമോ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ, രാജധർമ്മ തൻ തീനീക്കർ, രാജ്യം, ധർമ്മം തൻ ശരീരം, തീനീക്കർ മൂന്നും, പോയി ബേഗഹി നാസ്, പോയി ബേഗഹി നാസ്, ബേഗഹി എന്നാണ് പെട്ടെന്ന്, നാസ് പോയി നശിച്ചു പോകും. അപ്പോ മന്ത്രിയും വൈദ്യനും ഗുരുവും മൂന്ന് പേരും നല്ല കാര്യങ്ങൾ പറയാൻ പേടിക്കുകയാണ് എങ്കിൽ, ബുദ്ധിമുട്ടുന്നു എങ്കിൽ, രാജ്യം, ധർമ്മം, ശരീരം ഇവ മൂന്നും പെട്ടെന്ന്, ബേഗഹി പെട്ടെന്ന്, നാസ് നശിച്ചു പോകും. എന്താണ് ഈ ദോഹയുടെ ആശയം നോക്കാം. തുളസീദാസ് കഹത്തെ ഹെ, തുളസീദാസ് പറയുന്നു, ഹി ദാറ്റ് മന്ത്രി വൈദ്യ ഔർ ഗുരു, മന്ത്രിയും വൈദ്യനും ഗുരുവും, ये तीनों ഈ മൂവരും, യതി ഒരു പക്ഷേ, വയ്യാ ലോഭ കി ഇച്ഛാസെ ഭയമോ അത്യാഗ്രഹം കൊണ്ടോ, സച്ചിന്ന ഭത്തായത്തോ സത്യം പറയുന്നില്ല എങ്കിൽ, സത്യസന്ധത പുലർത്തുന്നില്ല എങ്കിൽ, ദേശ് ശരീർ ഔർ ധർമ്മ, രാജ്യം ശരീരം ധർമ്മം, ये तीनों നഷ്ട ഹോ ജായേഗ, ഈ മൂന്നും നഷ്ടപ്പെടും. യതി ഒരു പക്ഷേ, മന്ത്രി രാജാവിനോട്, വൈദ്യൻ രോഗിയോട്, ഔർ ഗുരു ശിഷ്യനോട്, വയ്യാ ലോഭ കി ഇച്ഛാസെ ഭയമോ അത്യാഗ്രഹമോ കൊണ്ട്, അഹംഭാവമോ കൊണ്ട്, കുച്ച് കരേന്തോ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും മോശമായി പ്രവർത്തിച്ചാൽ, നുക്സാൻ ഹി ഹോങ്ക എല്ലാം നാശമേ സംഭവിക്കൂ. ഭയത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും മന്ത്രിയും വൈദ്യനും ഗുരുവും അവർ മൂന്നും സത്യസന്ധമല്ലാതെ പുലർത്തിയാൽ, രാജ്യവും ധർമ്മവും മൂന്നും വരുന്നത്. റഹീം അദ്ദേഹത്തിന്റെ മുഴുവൻ നാം അബ്ദുൾ റഹീം ഖാൻ ഖാന. अब्दुल रहीम खान खाना वक्त काल के प्रमुख कवियों में एक है. വക്തകാല പ്രമുഖ കവികളിൽ ഒരാളായിരുന്നു അബ്ദുൾ റഹീം ഖാൻ ഖാന. ഉൻകാ ജന്മ ദില്ലി മേം ഹുവ, അദ്ദേഹത്തിന്റെ ജനനം ഡൽഹിയിലായിരുന്നു. വ്യവഹാരിക ഔർ സരൾ വ്രജഭാഷ കെ പ്രയോഗ കെ ജരിയെ, പ്രായോഗികവും ലളിതവുമായ വ്രജഭാഷ ഉപയോഗിക്കുന്നതിലൂടെ, കാവ്യമേം ഭക്തി നീതി പ്രേം ആദി കെ ലിയെ വേ സ്മരണീയ ഹെ, അദ്ദേഹത്തിന്റെ കാവ്യത്തില് ഭക്തി നീതി സ്നേഹം ആദി കെ ലി എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയാണ് വേ സ്മരണീയ ഹെ അദ്ദേഹം ഓർക്കപ്പെടുന്നത്. റഹീം ദോഹാവലി ഭരവൈ ആദി ഉൻകി പ്രമുഖ രചനായ ഹെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥാൻ ദില്ലി, ജന്മ 1556, 1556, മൃത്യു 1627, 1627. പിത ബൈരാം ഖാൻ, ബാദഷാഹ് അക്ബർ കെ ദർബാർ കെ നവരത്നോ മേം ഏക്, ബാദഷാഹ് അക്ബറിന്റെ കൊട്ടാരത്തില് ഒരു
9 ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. നമ്രത, ദയ, ഔർ സഹാനുഭൂതി ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു. റഹീമിന്റെ ഫസ്റ്റ് ദോഹ നോക്കാം. മൻ മോത്തി അരു ധൂത് രസ് ഇൻകി സഹജ് സുബായ് ഫട് ജായേം തോ ന മിലെ കോഡിൻ കരോ ഉപായ്. മൻ മനസ്സ്, മോത്തി മുത്ത് പേൾ, അരു ഔർ, ദൂത് രസ് പാല്, മനസ്സും മുത്തും പാലും. എനിക്ക് സഹജ് സുബായ്, സുബായ് സ്വഭാവം, അതിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങൾ. ഫഡ്ജായേത്തോ നഷ്ടപ്പെട്ടു പോയാൽ, പൊട്ടിപ്പോയാൽ, നമിലെ വീണ്ടും ലഭിക്കില്ല. കോഡിൻ കരോ ഉപായ്, കോഡിൻ കോഡിൻ കോടിക്കണക്കിന്, കരോ ഉപായ് ഉപായം ചെയ്താലും, കോടിക്കണക്കിന് ഐഡിയാസ് കൊണ്ടുവന്നാലും ഇവ നഷ്ടപ്പെട്ടാൽ, ഇതിന്റെ യഥാർത്ഥ സ്വഭാവം, ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെട്ടാൽ വീണ്ടും പഴയതുപോലെ ആക്കാൻ സാധിക്കില്ല. മനസ്സും മുത്തും പാലും ഇതിന്റെ മൂന്നിന്റെയും യഥാർത്ഥ സ്വഭാവം ഫഡ്ജായേത്തോ നഷ്ടപ്പെട്ടു പോയാൽ നമിലെ ലഭിക്കില്ല. കോടിൻ കരോ ഉപായ് കോടിക്കണക്കിന് ഐഡിയാസ് ഉപായങ്ങൾ ചെയ്താലും. ആശയം നോക്കാം. मन मोती दूध आदि अपनी सहज और स्वाभाविक अवस्था में देखने में सुंदर होते हैं. മനസ്സും മുത്തും പാലും അതിന്റെ യഥാർത്ഥവും സ്വാഭാവികമായ അവസ്ഥയിൽ കാണാൻ വളരെ നല്ലതാണ്. ലേക്കിൻ പക്ഷേ വേ ഏക് ബാർ ഡൂണ്ട് ജാത്തെ ഹേ തോ അത് ഒരു തവണ പൊട്ടിപ്പോയാൽ, അത് അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് ഒരു തവണ മാറിപ്പോയാൽ, ഉനി വാപ്പസ് अपनी मूल अवस्था में लाना मुश्किल है അത് തിരിച്ച് വാപ്പസ് തിരികെ अपनी मूल अवस्था में അതിന്റെ നോർമൽ അവസ്ഥയിലോട്ട് ലാന കൊണ്ടുവരാൻ മുഷ്കിൽ ഹോത്താ ഹെ ബുദ്ധിമുട്ടാണ്. മത്ലബ് യഹ് ഹെ ഈ പറഞ്ഞതിന്റെ മീനിങ് ഇതാണ്. കി എന്തെന്നാൽ ഹമാരേ ജീവൻ മേ നമ്മുടെ ജീവിതത്തിൽ കുച്ച് വസ്തുവേം ഐസിഹെ കുറച്ച് ഇങ്ങനെയുള്ള വസ്തുക്കളുണ്ട്. ജിനേം ഗോ ജാനെ പർ അത് നഷ്ടപ്പെട്ടാൽ വാപ്പസ് പാന ബഹുത്ത് കഠിൻ ഹോത്താ ഹെ തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. ഇസ്ലിയെ അതുകൊണ്ട് ഹമേം ഐസി വസ്തുവോം കോ സുരക്ഷിത രഖ്നാ ചാഹിയെ നമ്മൾ അങ്ങനെയുള്ള വസ്തുക്കളെ സുരക്ഷിതമാക്കിയിട്ട് സൂക്ഷിച്ചും സംരക്ഷിച്ചും ഒക്കെ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ലാസ്റ്റ് ദോഹയാണ്. റഹിമൻ ധാഗ പ്രേം ക മത് തോരോ ചടുക്കായ് ഡൂണ്ടേ പൈ ഫിർന ജുരേ ജുരേ കാണ്ട് പടിച്ചായ്. റഹിമൻ ധാഗ പ്രേം ക റഹീം തന്നെ പറയാണ്. റഹിമൻ റഹീമിനെ വിളിച്ച് അദ്ദേഹത്തിനോട് സെൽഫായിട്ട് പറയാണ്. ധാഗ പ്രേം ക ധാഗ നൂല്, സ്നേഹത്തിന്റെ നൂല്, സ്നേഹത്തിന്റെ ചരട്. മത്ത് തോരോ ചടുക്കായ് മത്ത് തോരോ തോടോ മത്ത് തോടോ ചടുക്കായ് മത്ത് തോടോ പൊട്ടിക്കരുത്, ചടുക്കായ് പെട്ടെന്ന്. ഡൂണ്ടേ പൈ ഫിർ ന ജുരേ അത് പൊട്ടിപ്പോയാൽ, ഫിർ ന ജുരേ വീണ്ടും കൂട്ടി യോജിക്കാൻ പറ്റില്ല, വീണ്ടും ചേരുകയില്ല. ജുരേ ഗാണ്ട് പടിജായ് ജുരേ ഒരുപക്ഷെ അത് ചേർന്നാൽ ഗാണ്ട് പടിജായ് ഗാണ്ട് കെട്ട് അവിടെ ഒരു കെട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാല് സ്നേഹത്തിന്റെ ചരട് ഒരിക്കലും പൊട്ടിക്കരുത്, വീണ്ടും അത് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കില്ല. അഥവാ അത് കൂട്ടി യോജിപ്പിച്ചാൽ അവിടെ ഒരു കെട്ടുണ്ടാവും, അവിടെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവും, പഴയ പോലെ ആക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആശയം നോക്കാം. റഹീം കഹത്തെ ഹെ റഹീം പറയുന്നു. പ്രേം കാ സംബന്ധ് ബഹുത്ത് കോമൾ ഔർ മഹത്വപൂർണ്ണ ഹോത്താ ഹെ സ്നേഹബന്ധങ്ങൾ വളരെ നിസ്സാരവും അതിപ്രധാനമുള്ളതുമാണ്, മഹത്വമുള്ളതുമാണ്. ഇസെ ഐസെ ഹി നഹി തോഡ്നാ ചാഹേ ഇതിനെ അങ്ങനെയൊന്നും തകർക്കരുത്, എളുപ്പത്തിൽ തകർത്ത് കളയരുത്. യദി ഒരു പക്ഷേ ഏക് ബാർ ഒരു പ്രാവശ്യം, യഹ് സംബന്ധ് ഈ ബന്ധം, ഡൂണ്ട് ജായേത്തോ പൊട്ടിപ്പോയാൽ, ഇസെ ഇതിനെ, ഫിർ വീണ്ടും, ജോഡിന ആസാൻ നഹിയെ കൂട്ടി യോജിപ്പിക്കാൻ എളുപ്പമല്ല. യദി ഒരു പക്ഷേ, ജോഡ് ബി ലിയാ ജായേത്തോ ഒരു പക്ഷേ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ, ഉസ്മേം അതില്, ഗാണ്ട് ബി പട് ജാത്തി അതിലൊരു കെട്ടുമുണ്ടാവും. യഹ് പുരാന ജൈസ കബി ബി നഹി ഹോ പാത്ത അത് പഴയ പോലെ ഒരിക്കലും ആക്കാൻ സാധിക്കില്ല. സ്നേഹബന്ധങ്ങൾ തകർന്നു പോയാല് വീണ്ടും അവർ തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ പഴയ പോലെ കൂട്ടി യോജിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് തകർത്ത് കളയരുത് എന്നാണ് റഹീം എന്ന കവി നമ്മോട് പറയുന്നത്.
ഇങ്ങനെ 6 ദോഹകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ദോഹയുടെ വേർഡ്സ് മീനിങ്ങും അതിന്റെ ആശയങ്ങളും ആണ് ഇപ്പൊ പറഞ്ഞത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കും. മധുർവചൻ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അത് കാണാൻ മറക്കരുത്.